നമുക്ക് എല്ലാവർക്കും ഒരു വിദേശ വിദ്യാഭ്യാസത്തിന് പോകുമ്പം ആദ്യം തന്നെ കേൾക്കേണ്ട ഒരു വാക്കാണ് SOP എന്നുള്ളത്. അപ്പം നമ്മൾ SOP ചെയ്യുന്ന സമയത്ത് മിക്കവാറും മുമ്പേ കിട്ടിയിട്ടുള്ള ഏതെങ്കിലും ഫോർമാറ്റ് നമ്മൾ വെച്ചിട്ടായിരിക്കും ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പോൾ അതൊരിക്കലും നമ്മുടെ ഒരു പേഴ്സണൽ സ്റ്റേറ്റ്മെൻ്റ് അല്ല. SOP എന്ന് അവർ ഉദ്ദേശിക്കുന്നത് എന്താണ് താങ്കൾ എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. അത് വളരെ ഷോർട്ടായിട്ട് ഒരു പേജിലോ മാക്സിമം 2 പേജിലൊക്കെ ആയിട്ടാണ് ഇത് എഴുതേണ്ടത്. അതിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങളുണ്ട്. അതിൽ ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കൊടുക്കുന്ന ഇൻഫർമേഷൻസ് എപ്പോഴും സ്പെസിഫിക് ഇൻഫർമേഷൻസ് ആയിരിക്കണം. ഈ ജനറിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഐ ലൈക്ക് ദാറ്റ് ഇറ്റ് ഈസ് വെരി ബ്യൂട്ടിഫുൾ ആൻഡ് എവറിബഡി ഈസ് ഡു വെരി ഗുഡ് ആൻഡ് ഇറ്റ് ഈസ് ഗിവിങ് ഗുഡ് എഡ്യൂക്കേഷൻ, ഇങ്ങനത്തെ ഇൻഫർമേഷൻസിൽ ഒന്നും ഇമ്പോർട്ടൻസ് ഇല്ല. എന്താണ് നിങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ട് ഇഷ്ടപ്പെട്ടത്, നിങ്ങൾ ആക്ച്വലി ആഗ്രഹിക്കുന്നത്, നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ കൺസിഡർ ചെയ്തിട്ടാണ് നിങ്ങൾ ഈ യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്തിട്ടുള്ളത്, ഈ രാജ്യം സെലക്ട് ചെയ്തിട്ടുള്ളത്, അങ്ങനത്തെ സ്പെസിഫിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് വേണം. അതായത് ഈ യൂണിവേഴ്സിറ്റിയുടെ റാങ്ക് എത്രയാണ് വരുന്നത്, അല്ലെങ്കിൽ ഈ പറയുന്ന യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റ് ഏതൊക്കെയാണ്, ആ ഡിപ്പാർട്ട്മെൻറ്റിൽ എത്ര പ്രൊഫസേഴ്സ് ഉണ്ട്, അവരൊക്കെ PhD ഹോൾഡേഴ്സ് ആണോ, അവരൊക്കെ അങ്ങനത്തെ സ്പെസിഫിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് നിങ്ങൾ സെർച്ച് ചെയ്തു എന്നുള്ളത് അവർക്ക് മനസ്സിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ സീരിയസ് സ്റ്റുഡൻ്റ് ആണെന്നുള്ളത് അവർക്ക് മനസ്സിലാവും. നിങ്ങൾ അത്യാവശ്യം ഗൂഗിൾ ചെയ്തിട്ട് റിസർച്ച് ചെയ്തിട്ടാണ് നിങ്ങൾ ഈ കോഴ്സും നിങ്ങൾ ഈ യൂണിവേഴ്സിറ്റിയും ഈ രാജ്യവും സെലക്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് അവർക്ക് ബോധ്യമാവേണ്ട ഒരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യങ്ങൾ എന്ന് പറയുമ്പം നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ്. പേഴ്സണൽ ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കുമ്പം നമ്മളുടെ ഫാമിലിയുടെ കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നു. അവരുദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലി ആയിട്ട്, നിങ്ങളുടെ നാടായിട്ട്, നിങ്ങളുടെ രാജ്യമായിട്ട് എത്രമാത്രം ബോണ്ട് ഉണ്ടെന്നാണ് അവർക്ക് അറിയേണ്ടത്. അതായത് നിങ്ങൾ ഒരിക്കൽ അവിടുത്തെ വിദ്യാഭ്യാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള സ്റ്റേ ബാക്ക് പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ തിരിച്ച് നിങ്ങളുടെ സ്വദേശത്തേക്ക് പോകുമോ ഇല്ലയോ എന്ന് അവർക്കറിയണം. അതിനാവശ്യമുള്ള ബോണ്ട് നിങ്ങളുടെ വീട്ടിൽ ഉണ്ടെങ്കിലാണ് നിങ്ങൾ തിരിച്ചു വരുള്ളൂ. അപ്പോൾ നമ്മൾ SOP ചെയ്യുന്ന സമയത്ത് നമ്മുടെ വീട്ടിലെ പാരൻസ്, ഗ്രാൻഡ് പാരൻസ്, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ നമ്മളെപ്പോഴും ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കണം. ഇത് മിക്കവാറും വിസയ്ക്ക് റിജക്ഷൻ വരുന്ന സമയത്ത് നമ്മൾ കുട്ടികളുടെ SOP വായിച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നെങ്കിൽ പല കുട്ടികളും അവരുടെ പേഴ്സണൽ സ്റ്റേറ്റ്മെൻറ്റ് എഴുതുന്ന സമയത്ത് ഫാമിലീനെ പറ്റിയിട്ട് അത്ര സ്ട്രോങ് ആയിട്ട് എഴുതുന്നില്ല. അത് വളരെ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളത്. ഇതുപോലെ തന്നെ മൂന്നാമത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം വെച്ചെങ്കിൽ, നിങ്ങൾ ഈ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്താണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്, നിങ്ങൾക്ക് എന്തൊക്കെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് കിട്ടാം, റിസർച്ചിൻ്റെ ഓപ്ഷൻസ് നിങ്ങൾ കൺസിഡർ ചെയ്തിട്ടുണ്ടോ, നിങ്ങൾക്ക് കൂടുതൽ ജോലി കിട്ടാൻ ചാൻസ് ഉള്ളത് നിങ്ങളുടെ ഹോം കൺട്രിയിലായിരിക്കും, ഇന്ത്യയിലായിരിക്കും. ഇന്ത്യയിൽ ഈ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ജോലി പ്രൊവൈഡ് ചെയ്യാൻ പറ്റിയ കമ്പനികളുണ്ടോ, അങ്ങനത്തെ കമ്പനികളുടെ പേര്, അങ്ങനത്തെ നമ്മൾ ഉദ്ദേശിക്കുന്ന ടൈറ്റിലുകൾ, ഇങ്ങനത്തെ നിങ്ങൾക്ക് വളരെ സ്പെസിഫിക് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ SOP ഒരു സക്സസ്ഫുൾ SOP എന്ന് പറയാം. ഈ SOP വെച്ചിട്ടായിരിക്കാം ഒരുപക്ഷെ യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് ഓഫർ ലെറ്റർ തരുന്നത്. ഇതിനെക്കാട്ടും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ വിസ ഓഫീസറുടെ മുമ്പിൽ. ആ വിസ ഓഫീസർ നിങ്ങളുടെ എല്ലാ ഡോക്യുമെൻറ്റ്സും നിർബന്ധം ചെക്ക് ചെയ്തോളണമെന്നൊന്നുമില്ല. നിങ്ങളുടെ ഒരു SOP വായിച്ച് കഴിയുമ്പോൾ തന്നെ അയാൾക്ക് ഏകദേശം മനസ്സിലാവും എത്രമാത്രം സീരിയസ് ആയിട്ടുള്ള സ്റ്റുഡൻ്റ് ആണെന്നുള്ളത് മനസ്സിലാവും. അതിനുശേഷമായിരിക്കാം ഒരു പക്ഷേ അയാൾ നമ്മളുടെ ഫിനാൻഷ്യൽ ഡോക്യുമെൻറ്റ്സും മറ്റുള്ള ഡോക്യുമെൻറ്റ്സൊക്കെ 1 by 1 നോക്കുന്നുണ്ടായിരിക്കുക. അപ്പോൾ SOP വളരെ വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. ഇതിൽ തന്നെ നമ്മൾ ചെയ്യരുതാത്തൊരു കാര്യം എന്ന് പറഞ്ഞെങ്കിൽ AI വെച്ചിട്ട് അല്ലെങ്കിൽ നമ്മളുടെ ChatGPT വെച്ചിട്ടൊക്കെ നമ്മൾ ഈ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് പിടിക്കപ്പെടും. അപ്പോൾ നമ്മളുടെ ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മുടെ മുമ്പിൽ നഷ്ടപ്പെട്ടു പോകുന്നത്. ഒരു വിസ റിജക്ഷനൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആലോചിക്കണം, SOPക്ക് വേണ്ടി നമ്മൾ 2 ദിവസം കൊണ്ട് സ്പെൻഡ് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ലായിരുന്നു എന്നുള്ളത്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് സക്സസ്ഫുൾ ആയിട്ടുള്ള വിസ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്.